1998 പുറത്തിറങ്ങി കരൺ ജോഹർ സംവിധാനം ചെയ്ത് ഷാറൂഖ് ഖാനും കാജോളും റാണി മുഖർജിയും പ്രധാന വേഷത്തിലെത്തിയ കുച്ച് കുച്ച് ഹോത്താ ഹെ എന്ന ഹിന്ദി ഫിലിമിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഷാറൂഖ് ഖാൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണിത്. അതുകൊണ്ട് ആരും ഇത് മിസ്സാക്കരുത്. അതിനു മുന്നേ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അത് തുടങ്ങുന്നത് നായകനായ രാഹുലിനെ കാണിച്ചുകൊണ്ടാണ്. അവൻ്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞായിരിക്കും. അതുകൊണ്ട് അവൻ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ഡോക്ടർ വിളിച്ചിട്ട് അവനോട്, നിങ്ങളുടെ ഭാര്യ ടീനയെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കില്ല, കാരണം അവളുടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് സമയമേ അവൾ ജീവിച്ചിരിക്കൂ എന്ന് പറയുമ്പോൾ അവനാകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ടീനയെ കാണിക്കുകയാണ്. അവൾ രാഹുലിൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു 8 ലെറ്റർ കൊടുത്തിട്ട്, ഇതെൻ്റെ മോൾക്ക് ഞാൻ എഴുതിയിട്ടുള്ള ലെറ്ററുകളാണ്, അവൾക്ക് ഓരോ വയസ്സാകുമ്പോൾ ഇത് അവളുടെ കയ്യിൽ കൊടുക്കണം, അവളുടെ 8ാമത്തെ വയസ്സ് വരെ ഉള്ള ലെറ്റർ ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ അവരും ആകെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ മരണം മുന്നിൽ കണ്ടിട്ട് മോൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ലെറ്റർ ആവും അത്. അപ്പോൾ രാഹുൽ അങ്ങോട്ട് വരുമ്പോൾ ടീന അവനോട്, നിങ്ങൾ എനിക്ക് ഒരു വാക്ക് തരണം, ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, പിന്നെ നമ്മുടെ മോൾക്ക് നിങ്ങൾ അഞ്ജലി എന്ന് പേരിടണം എന്ന് പറയുമ്പോൾ അവൻ സങ്കടത്തോടു കൂടെ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ മരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നു പോവുകയാണ്. നമ്മുടെ കുഞ്ഞഞ്ജലി കുറച്ച് വലുതായിട്ടുണ്ട്. അവൾക്കാണെങ്കിൽ വലിയ TV ഷോയിൽ ഒരു ആങ്കറൊക്കെ ആവാനാവും ആഗ്രഹം. നന്നായി സംസാരിക്കുന്ന ഒരു കുട്ടിയൊക്കെയാവും അവൾ. അങ്ങനെ അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിട്ട്, മുത്തശ്ശി, എൻ്റെ അമ്മ എനിക്ക് എഴുതിയ ആ കത്ത് എനിക്ക് തരുമോ എന്ന് പറയുമ്പോൾ, നാളെയല്ലേ നിൻ്റെ ബർത്ത്ഡേ, അപ്പോൾ നാളെ നിനക്ക് ആ കത്ത് തരാം എന്ന് രാഹുലിൻ്റെ അമ്മ അവളോട് പറയുകയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് സങ്കടപ്പെട്ടിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവളുടെ സ്കൂളിൽ വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നതാണ്. ഓരോ കുട്ടികൾക്കും ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതാവും ആ കോമ്പറ്റീഷൻ. അങ്ങനെ അവൾക്ക് കിട്ടുന്ന ടോപ്പിക്ക് അമ്മ എന്നതാവും. അപ്പോൾ അത് കണ്ടതും അവൾ ആ സ്റ്റേജിൽ നിന്ന് തന്നെ നന്നായിട്ട് കരയാണ്. അപ്പോൾ രാഹുൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അന്ന് രാത്രി രാഹുലിൻ്റെ അമ്മാവനോട്, നീ ഇനിയൊരു കല്യാണം കഴിക്കണം, നമ്മുടെ അഞ്ജലിക്ക് ഒരു അമ്മയുടെ സ്നേഹമൊക്കെ കൊടുക്കണം എന്ന് പറയുമ്പോൾ, അതൊന്നും നടക്കില്ല അമ്മേ, അഞ്ജലിക്കിപ്പോൾ ഞാനും അമ്മയൊക്കെ ഇല്ലേ, പിന്നെ നമ്മൾ ഒരു വട്ടം ജീവിക്കുള്ളൂ, നമ്മൾ ഒരു വട്ടം കല്യാണം കഴിക്കുള്ളൂ, അതുപോലെ തന്നെ നമ്മൾ ഒരു വട്ടം പ്രണയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കുഞ്ഞഞ്ജലിയുടെ ബർത്ത്ഡേ ആണ് കാണിക്കുന്നത്. അപ്പോൾ അവൾ വളരെ എക്സൈറ്റ്മെൻറ്റിൽ അവളുടെ അമ്മ അവൾക്ക് എഴുതിയിട്ടുള്ള ആ ലെറ്റർ പോയിട്ട് എടുത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ടീന എഴുതിയിട്ടുണ്ടാവുക, ഇന്ന് മോൾക്ക് 8 വയസ്സായിട്ടുണ്ട്, അമ്മ മോൾക്ക് എഴുതുന്ന അവസാനത്തെ ലെറ്ററാണിത്, അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ മോളൊരു വലിയ പെണ്ണായിട്ടുണ്ട്, നിൻ്റെ അച്ഛൻ്റെ പോലെ തന്നെയാണ് നീ എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ നിനക്കൊരു കഥ പറഞ്ഞു തരാം. ഇതിൽ നിൻ്റെ അമ്മയുണ്ട്, നിൻ്റെ അച്ഛനായിട്ടുള്ള രാഹുലുണ്ട്, പിന്നെ അഞ്ജലിയും ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് ഏത് അഞ്ജലി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നായികയായ അഞ്ജലിയെയും പിന്നെ രാഹുലിൻ്റെ കോളേജ് ലൈഫൊക്കെ കാണിക്കുകയാണ്. രാഹുലിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും ഈ അഞ്ജലി. അപ്പോൾ അഞ്ജലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ശരിക്കും ഒരു ആൺകുട്ടിയുടെ പോലെ ആയിരിക്കും. ക്ലോത്തിങ്ങിലാണെങ്കിലും ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ടാവും നടക്കുക. ശരിക്കും പെൺകുട്ടികളെ പോലെ ഒരുങ്ങാനൊന്നും അവൾക്ക് അറിയുന്നുണ്ടാവില്ല, അത് അവൾക്ക് തീരെ ഇഷ്ടവും ഉണ്ടാവില്ല. പിന്നെ അവൾക്ക് നന്നായിട്ട് ബാസ്ക്കറ്റ് ബോൾ കളിക്കാനൊക്കെ അറിയായിരിക്കും. ഏത് നേരവും രാഹുലും അവളും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് രാഹുലിന് എപ്പോഴും തോൽക്കലായിരിക്കും പണി. അപ്പോൾ രാഹുലും അഞ്ജലിയും കൂടിയിട്ട് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നുണ്ട്. പക്ഷേ അവസാനം അവളെ അവൻ കാലുകൊണ്ട് തട്ടിയിട്ടിട്ട് അതിൽ ജയിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട്, നീ ചീറ്ററാണോ രാഹുൽ, ചീറ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ അലറി വിളിക്കാൻ പാടില്ല, എന്നെ ഇനി ചീറ്റർ എന്നും വിളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, നീ പിന്നാലെ നടക്കുന്ന പെണ്ണുങ്ങളെ പോലെ ഒന്നുമല്ല, എന്നെ പെണ്ണേന്നൊന്നും നീ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് തല്ലുവിടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ തല്ലുകൂടുന്നുണ്ടെങ്കിലും അവരെ പോലെ അവർ തന്നെ ഉണ്ടാവും. അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് ആവും അവർ തമ്മിൽ ഉണ്ടാവുക. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അവരുടെ കോളേജിലേക്ക് പ്രിൻസിപ്പളുടെ മകളായിട്ടുള്ള ടീന വരുന്നതാണ്. രാഹുലാണെങ്കിൽ എല്ലാ ഗേൾസിനേറ്റവും ഫ്ലിർട്ട് ചെയ്ത് നടക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഇതും പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അവനെ കളിയാക്കാറുണ്ട്. അപ്പോൾ അവൻ ടീനയെ കണ്ടതും അവനൊരു സ്പാർക്ക് അടിക്കുകയാണ്. അവൻ മാത്രമല്ല, ആ കോളേജിലെ ബാക്കിയുള്ള എല്ലാ ബോയ്സും അവളുടെ തന്നെ പിന്നാലെ നടക്കുകയാവും. പക്ഷെ അവസാനം ടീനയ്ക്ക് രാഹുലിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുകയാണ്. അങ്ങനെ രാഹുലിൻ്റെയും അഞ്ജലിയുടെയും ഇടയിലേക്ക് ഒരു ഫ്രണ്ടായിട്ട് ടീന വരികയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയം അങ്ങോട്ട് ടീച്ചർ കയറി വന്നിട്ട് റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന പാഠം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ചോദിക്കുന്നത് അഞ്ജലിയോടാണ്. അപ്പോൾ അഞ്ജലി അത് കേട്ടതും, അയ്യോ എനിക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ടീച്ചർ രാഹുലിനോട് ചോദിക്കുമ്പോൾ, ഈ പ്രണയം എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പാണെന്ന് അവൻ പറയുമ്പോൾ അഞ്ജലി നന്നായിട്ട് ഞെട്ടുന്നുണ്ട്.
രാഹുൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ടീനയോടുള്ള ഫ്രണ്ട്ഷിപ്പും അവളോടുള്ള പ്രണയത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും. പക്ഷേ അഞ്ജലി അത് തെറ്റിദ്ധരിക്കുകയാണ്. അവന് തന്നോട് പ്രണയമാണെന്ന് അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഹോസ്റ്റലിലേക്ക് പോയിട്ടും അവനെക്കുറിച്ച് തന്നെ അവൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് കോളേജിൽ വെച്ചിട്ടൊരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവരെല്ലാവരും കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ രാഹുൽ ടീനയ്ക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ അഞ്ജലിക്ക് ആകെ സങ്കടമാവുകയാണ്. എന്നിട്ട് അവൾ മാറി നിന്നിട്ട് കരയുമ്പോൾ ഹോസ്റ്റലിലെ വാർഡൻ വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. കോളേജിൽ സ്പോർട്സ് മീറ്റ് നടക്കുന്ന സമയം അഞ്ജലി രാഹുലിനെ നോക്കിയിരിക്കാവും. അപ്പോൾ അവളുടെ അടുത്തേക്ക് ടീന വന്നിട്ട് നിനക്ക് എപ്പോൾ മുതൽ രാഹുലിനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കോളേജിലെ ഫസ്റ്റ് ഡേ മുതലേ അവനെ അറിയാം, അന്ന് മുതൽ ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് അവൾ പറഞ്ഞിട്ട് രാഹുലിനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ രാഹുലാണെങ്കിൽ ടീനയെ നോക്കുന്നത് കണ്ടിട്ട് ടീന ഇരിക്കുന്നത് പോലെ പെൺകുട്ടികളെ പോലെ ഇരിക്കാനൊക്കെ അവൾ നോക്കുന്നുണ്ട്. പക്ഷേ അത് അവളെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. രാഹുലെ ജ്യൂസ് വേണോ എന്നൊക്കെ അവളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടീന പെട്ടെന്ന് നീ രാഹുലിനെ സ്നേഹിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി ഞെട്ടിയിട്ട് അവളെ നോക്കുന്ന ആ സമയത്ത് തന്നെ രാഹുൽ അങ്ങോട്ട് വന്നിട്ട് ടീനയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലി ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ഇന്ന് നിനക്ക് നിൻ്റെ വീട്ടുകാരെ കാണാൻ പോകാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തള്ളി വിടുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ ടീനയുടെ പിന്നാലെ അമ്പലത്തിലേക്കാണ് പോകുന്നത്, അല്ലാണ്ട് വീട്ടുകാരെ കാണാനൊന്നുമല്ല. മാത്രമല്ല അന്ന് രാത്രി ടീനയുടെ ഹോസ്റ്റൽ റൂമിലേക്ക് ആരും കാണാതെ കോണി വെച്ചിട്ട് അവൻ കയറിയിട്ട് അവളോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ അച്ഛനായിട്ടുള്ള പ്രിൻസിപ്പൾ പെട്ടെന്ന് വരുമ്പോൾ അവനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓടുന്നുണ്ട്. പക്ഷെ നേരെ തട്ടുന്നത് നമ്മുടെ അഞ്ജലിയുമായിട്ടാണ്. അപ്പോൾ അവർ രണ്ടുപേരും നിലത്ത് വേണ്ടിയിട്ട് നീ എന്തിനപ്പോൾ ഈ നേരത്തെ ഇവിടെ നിൽക്കുന്നതെന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കാണാനാണ് വന്നതെന്ന് രാഹുൽ കള്ളം പറയാണ്. അപ്പോഴാണ് ആകാശത്തിലെ ഒരു വാൽനക്ഷത്രം പോകുന്നത് രാഹുൽ കാണുക. അത് അഞ്ജലിക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് നിനക്കറിയോ ഈ വാൽനക്ഷത്രം കണ്ടാലേ നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ അതെന്തായാലും നടക്കുമെന്ന് അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിയാണോ, എന്നാൽ നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കണ്ണടച്ചിട്ട് മനസ്സിൽ എന്തൊക്കെയോ വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് തും പാസ് ആയേ യൂ മുസ്കുറായേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട് വരുന്നത്. അതിനുശേഷം അഞ്ജലി രാഹുലിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ പോലെ ഡ്രസ് ചെയ്ത് വരുന്നുണ്ട്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും അത്, അവൾക്ക് തീരെ മാച്ച് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അവൾ രാഹുലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് രാഹുൽ, ടീനയുടെ പോലെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കുട്ടികളും അവളെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. രാഹുലും ടീനയും എല്ലാവരും അവളെ നോക്കിയിട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചിരിച്ചു നിന്നിരുന്ന അഞ്ജലി പെട്ടെന്ന് സങ്കടപ്പെടുന്നുണ്ട്. അവൾ കരഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ അടുത്തേക്ക് ടീന വന്നിട്ട് നീ സുന്ദരി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അഞ്ജലി ഞാൻ നിന്നെ പോലെ നല്ല ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുങ്ങിയത്, പക്ഷേ എനിക്കാണെങ്കിൽ ഒരുങ്ങാനും അറിയില്ല, ഞാൻ എന്ത് ഭ്രാന്തിയാണല്ലേ, അവരൊക്കെ എന്നെ നോക്കിയിട്ട് കളിയാക്കി ചിരിച്ചത് നീ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് കരയാണ്. അപ്പോൾ രാഹുൽ അങ്ങോട്ട് വന്നിട്ട് എന്നെ പോലെയുള്ള ഇഡിയറ്റ്സ് ആണ് അതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവളെ മെല്ലെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് നീയല്ലേ പറയാറ് ഞാൻ പിന്നാടെ നടക്കുന്ന പെണ്ണുങ്ങളെ പോലെയൊന്നുമല്ല, നീ വ്യത്യസ്തമാണെന്ന് പറയാറില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നീ വിചാരിക്കുന്ന ചെക്കനെ നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ കിട്ടുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുമെന്ന് തന്നെ അവൻ പറയാണ്. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ടീന ഇത് കണ്ടിട്ട് മെല്ലെ അവിടെ നിന്ന് മാറാൻ വേണ്ടി നോക്കുമ്പോൾ രാഹുൽ അവളുടെ കൈയും പിടിച്ചു വെക്കുകയാണ്. പിന്നീട് അഞ്ജലി വാർഡനോട് അവൾക്ക് രാഹുലിനോട് തോന്നിയ പ്രണയത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ മനസ്സിലൊന്നും മൂടി വയ്ക്കാൻ പാടില്ല, നീ അത് അവനോട് തുറന്ന് പറയാൻ വേണ്ടി പറയുമ്പോൾ അവൾ സന്തോഷത്തോടു കൂടെ അവനോട് അത് പറയാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഓടി വന്നിട്ട് അവളോട് ഐ ലവ് യു എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അവളൊരു സന്തോഷത്തിൽ ഞെട്ടി നിൽക്കുന്നുണ്ട്, നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് ഞാനിത് ടീനയോട് പോയി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, എനിക്ക് നല്ല പേടിയാണ്, അവളുടെ മുമ്പിൽ ചെന്നാലേ ഞാൻ നിന്ന് വിറയ്ക്കും എന്നൊക്കെ അവൻ പറയുമ്പോൾ അവളുടെ മുഖം ആകെ പോവുകയാണ്. അവളാകെ സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് രാഹുൽ അവളോട് നീ ടീനയായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഐ ലവ് യു എന്ന് പറയുമ്പോൾ അഞ്ജലി ഐ ലവ് യു ടു എന്ന് പറയാണ്. അപ്പോൾ ഇതുപോലെ ടീനയും എന്നോട് പറയുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവൻ. എന്നിട്ട് ഞാനിതിപ്പോൾ തന്നെ ടീനയോട് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടെ അവൻ അവിടെ നിന്ന് ഓടുകയാണ്. പക്ഷേ അഞ്ജലിയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. സങ്കടത്തോടു കൂടെ ആ മഴയത്ത് നിന്ന് അവൾ കരയാണ്. അങ്ങനെ ഹോസ്റ്റലിലേക്ക് പോയിട്ടും വാർഡനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. രാഹുലാണെങ്കിൽ ടീനയോട് പോയിട്ട് അവനിഷ്ടമാണെന്നുള്ള കാര്യം പറയുമ്പോൾ അവൾക്കും അവനിഷ്ടമാണെന്ന് അവൾ പറയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അഞ്ജലി പഠിപ്പൊക്കെ നിർത്തിയിട്ട് അവളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറുന്നതാണ്.
ഈ വിവരം അറിഞ്ഞിട്ട് രാഹുൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ബാഗ് പിടിച്ചു വലിച്ചിട്ട്, എന്തായാലും നീ എങ്ങോട്ടും പോകുന്നില്ല, നീ എന്നോട് പറയാണ്ട് എങ്ങോട്ടാ പോകുന്നത്, ഇനിയിപ്പം നിനക്ക് പോകണമെങ്കിൽ അത് ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് പോവാ എന്ന് പറയുമ്പോൾ, അതൊന്നും നടക്കില്ല, ഞാൻ ഇനി ഫൈനൽ എക്സാമിന് പോലും ഇങ്ങോട്ട് വരില്ല രാഹുൽ എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ഞെട്ടിയിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നെ വിട്ട് പോവുകയാണല്ലേ നീ, ഈ കോളേജ് വിട്ട് പോവുകയാണ്, ഈ നാട് വിട്ട് തന്നെ നീ പോവുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ബാഗ് അവൾക്ക് തന്നെ എറിഞ്ഞു കൊടുത്തിട്ട് ആ ട്രെയിനിൽ നിന്ന് അവൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പുറത്ത് ടീനയും നിൽക്കുന്നുണ്ടാവും. ടീന അഞ്ജലിയെ സങ്കടത്തോടു കൂടെ നോക്കുന്നുണ്ട്. അഞ്ജലി അവിടെ നിന്ന് കരയാവും ചെയ്യുന്നുണ്ടാവുക. അപ്പം അഞ്ജലി അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഷോൾ എടുത്തിട്ട് ടീനയ്ക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രെയിൻ എടുക്കുകയാണ്. ഈ ശബ്ദം കേട്ടിട്ട് രാഹുൽ അഞ്ജലിയുടെ അടുത്തേക്ക് പോയിട്ട്, അഞ്ജലി നീ പോയാൽ പിന്നെ ഞാൻ ആരുടെ ഒപ്പം ബാസ്കറ്റ് ബോൾ കളിക്കുക എന്ന് ചോദിക്കുമ്പോൾ, നീ എപ്പോഴും തോൽക്കാറല്ലേ പതിവ്, ഇത്ര കാലം നീ എന്നെ ബുദ്ധിമുട്ടിച്ചില്ലേ, ഇനി കുറച്ചു കാലം നീ ടീനയെ ബുദ്ധിമുട്ടിക്ക്, പിന്നെ ഈ പെണ്ണുങ്ങളുടെ പിന്നാലെയുള്ള നടത്തൊക്കെ നീ നിർത്തിക്കോ എന്ന് അവനെ കളിയാക്കിയിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ അവൾ പറയാണ്. അങ്ങനെ ആ ട്രെയിന് അവിടെ നിന്ന് അകന്നു പോകുന്നുണ്ട്. രാഹുൽ അവളെ തന്നെ നോക്കിയിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ ടീനയാണെങ്കിൽ അവൾ കൊടുത്ത ആ ഷാള് സങ്കടത്തോടു കൂടെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു കത്തിലൂടെ കുഞ്ഞഞ്ജലിയോട് ടീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ അവരുടെ ഇടയിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ അവർ ഒന്നിക്കുമായിരുന്നു. എന്നോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ സ്നേഹം അഞ്ജലിയോട് നിന്റെ അച്ഛനുണ്ട്. മാത്രമല്ല അഞ്ജലിയും നിന്റെ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണമെന്ന് ആ കത്തിലൂടെ തൻ്റെ മകളോട് ടീന പറയുകയാണ്. അങ്ങനെ അഞ്ജലിയെയും രാഹുലിനെയും ഒന്നിപ്പിക്കാൻ നമ്മുടെ കുഞ്ഞഞ്ജലി തീരുമാനിക്കുകയാണ്. എന്നിട്ട് രാഹുലിൻ്റെ അടുത്തേക്ക് പോയിട്ട് അഞ്ജലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അവൾക്ക് പെണ്ണുങ്ങളെ പോലെ ഒരുങ്ങാനൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പം പെണ്ണുങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവൾ പോയിട്ട് ബാസ്കറ്റ് ബോളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറിച്ച് ഓർത്തിട്ട് ചിരിക്കുന്നൊക്കെയുണ്ട്. ഇതേ സമയം അഞ്ജലിയെ കാണിക്കുകയാണ്. അവൾ ആകെ മാറിയിട്ടുണ്ടാവും, പെൺകുട്ടികളെ പോലെ ഒരുങ്ങാനും അതേപോലെ ഡ്രസ്സ് ചെയ്യാനൊക്കെ അവളും പഠിച്ചിട്ടുണ്ടാവും, നല്ല ഭംഗി വെച്ചിട്ടുണ്ടാവും. അഞ്ജലിയെക്കുറിച്ച് ചിരിച്ച് ഓരോന്ന് പറയുന്ന രാഹുലിനെ കണ്ടിട്ട് കുഞ്ഞഞ്ജലിയും മുത്തശ്ശിയും കൂടിയിട്ട് അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ രാഹുൽ അറിയാതെ അവർ രണ്ടുപേരും പിന്നെ ടീനയുടെ അച്ഛനും കൂടിയിട്ട് അഞ്ജലിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ പഴയ ഹോസ്റ്റൽ വാർഡൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ വാർഡൻ അഞ്ജലിയുടെ വീട്ടിലേക്ക് വിളിച്ച് അവളുടെ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാവും അവരറിയുക അഞ്ജലിയുടെ വിവാഹം ഓൾറെഡി അമ്മൻ എന്ന പേരുള്ള ഒരാളുമായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് കേട്ടിട്ട് കുഞ്ഞഞ്ജലിക്ക് സങ്കടമാവുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ വന്നാലും അച്ഛനെയും അഞ്ജലിയെയും ഒന്നിപ്പിക്കുമെന്ന് അവൾ മനസ്സിൽ പറയുന്നു. അങ്ങനെ അഞ്ജലി സമ്മർ ക്യാമ്പിന് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കുഞ്ഞഞ്ജലി രാഹുലിനോട് എനിക്ക് സമ്മർ ക്യാമ്പിന് പോകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ നീ എന്തിനാ സമ്മർ ക്യാമ്പിന് പോകണം, സമ്മർ ക്യാമ്പിനൊന്നും പോകാൻ പറ്റില്ല, എനിക്കിപ്പോൾ ഒരു കോൺഫറൻസ് ഉണ്ട്, ഞാൻ അതിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ കുഞ്ഞഞ്ജലി അവനോട് പറയാണ്, അച്ഛൻ ആദ്യം പാൻറ് ഇട്ടിട്ട് പോയെന്ന് പറയുന്നുണ്ട്. ശരിക്കൊരു കോമഡി സീനാണത്. അപ്പോഴാവും അവന് മനസ്സിലാവുക അവൻ പാൻറ് ഇട്ടിട്ടുണ്ടാവില്ല. ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് അവൻ ആ മീറ്റിങ്ങിന് പോകുന്നതാണ്. അപ്പോൾ അവിടെ അഞ്ജലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന അമ്മനും വന്നിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞഞ്ജലി രാഹുലിന് കോൾ ചെയ്യുമ്പോൾ മറ്റേ അഞ്ജലി അമ്മനും കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും മാറി ഫോൺ എടുക്കുന്നുണ്ട്. രാഹുലിന് വന്ന കോള് അമ്മനും, അമ്മന് വന്ന കോള് രാഹുലുമാണ് എടുക്കുന്നത്. അപ്പോൾ അഞ്ജലി രാഹുലിനോട് ഞാൻ നാളെ സമ്മർ ക്യാമ്പിന് പോവുകയാണെന്ന് പറയുമ്പോൾ, നിന്നോടല്ലേ പറഞ്ഞത് ഞാൻ സമ്മർ ക്യാമ്പിന് പോകണ്ടെന്ന്, നീ എങ്ങോട്ടും പോകുന്നില്ല, നീ എൻ്റെ കയ്യിൽ നിന്ന് നല്ല വടി മേടിക്കുമെന്ന് പറയുമ്പോൾ അഞ്ജലി ദേഷ്യപ്പെട്ടിട്ട് ആ ഫോൺ വെക്കുന്നുണ്ട്. അപ്പുറത്ത് കുഞ്ഞഞ്ജലിയോട് അമ്മൻ നീ എനിക്കൊരു കിസ് തായോ എന്നൊക്കെ പറയുമ്പോൾ, അയ്യേ ഇത് എന്താ ഇത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അത് മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നിൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ, ഓ നീ ഇങ്ങനെ തമാശ ഒന്നും പറയല്ലേ അഞ്ജലി എന്ന് അമ്മൻ പറയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ രാഹുലിനെ കണ്ടിട്ട് അമ്മനും മനസ്സിലാവുകയാണ് ശരിക്ക് ഫോണ് മാറിപ്പോയതാണെന്ന്. അപ്പോൾ രാഹുലും അമ്മനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ആ രണ്ടുപേരുടെയും പേര് ഒരേപോലെ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങനെ പോകുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞഞ്ജലിയും മുത്തശ്ശിയും കൂടിയിട്ട് രാഹുൽ അറിയാതെ സമ്മർ ക്യാമ്പിന് പോകുന്നതാണ്. അപ്പോൾ അവന് സോറി പറഞ്ഞിട്ട് ഒരു ലെറ്ററും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വായിച്ചിട്ട്, ഓ അഞ്ജലി നീ എന്ത് പണിയായി കാണിച്ചതെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തെത്തിയതും കുഞ്ഞഞ്ജലി അഞ്ജലിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അഞ്ജലി അവളോട് നിൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ അവൾ എൻ്റെ പേര് അഞ്ജലി എന്നാണെന്ന് പറയാണ്. അപ്പോൾ ആഹാ എൻ്റെ പേരും അഞ്ജലി എന്നാണല്ലോ എന്ന് അവൾ അതിശയത്തോടെ പറയുമ്പോൾ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അഞ്ജലി എന്ന് പേരിട്ടത് എന്ന് അഞ്ജലിയോട് കുഞ്ഞഞ്ജലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളൊന്ന് ആലോചിച്ചിട്ട്, അത് ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ പേര് ഇഷ്ടമായിട്ടാവും എനിക്ക് ഈ പേരിട്ടത്, അല്ല നിനക്ക് എന്തുകൊണ്ടാണ് ഈ പേരിട്ടതെന്ന് കുഞ്ഞഞ്ജലിയോട് അവൾ ചോദിക്കുമ്പോൾ, ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ ഇഷ്ടമായതുകൊണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അഞ്ജലി ഒന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാഹുലിൻ്റെ അമ്മ വന്നിട്ട് അവളുടെ കവിളിലൊക്കെ സ്നേഹത്തോടു കൂടെ പിടിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോഴും അഞ്ജലി ആകെ ഞെട്ടിയിട്ട്, അല്ല എന്താ ഇവിടെ നടക്കുന്നേ എന്ന് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ആ ക്യാമ്പിൽ വെച്ചിട്ട് കുഞ്ഞഞ്ജലിയോട് അഞ്ജലി സംസാരിക്കുമ്പോൾ അവളുടെ അമ്മ മരിച്ച കാര്യമെല്ലാം അവളോട് പറയാണ്. അന്ന് രാത്രി അഞ്ജലി ഒരു TV ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഷോയിൽ രാഹുൽ വന്നിട്ട് ഐ ലവ് യു അഞ്ജലി, നീ എവിടെ പോയി കിടക്കുക, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അഞ്ജലി എന്ന് പറയുമ്പോൾ അവൾ നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ആ ആങ്കർ അവനോട് ഈ അഞ്ജലി ആരാ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ 8 വയസ്സുള്ള മകളാണ്, അവളൊരു സമ്മർ ക്യാമ്പിന് പോയിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോഴാണ് അഞ്ജലിക്ക് മനസ്സിലാവുന്നത് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു കുഞ്ഞഞ്ജലി ശരിക്ക് രാഹുലിൻ്റെ മകളാണെന്ന്. അവൾ പെട്ടെന്ന് കുഞ്ഞഞ്ജലിയുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ അവൾ ടീനയുടെ ആ ഒരു ഫോട്ടോ കെട്ടിപ്പിടിച്ചിട്ടാവും കിടന്നുറങ്ങുന്നുണ്ടാവുക. അപ്പോൾ ടീന മരിച്ച സത്യം അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അഞ്ജലി അവിടെ ഇരുന്നിട്ട് കരയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ കുഞ്ഞഞ്ജലിയെ കാണാൻ വേണ്ടിയിട്ട് രാഹുൽ ആ സമ്മർ ക്യാമ്പിലേക്ക് വരികയാണ്. അങ്ങനെ ഓടി വന്നിട്ട് ആദ്യം കാണുന്നത് അവൻ്റെ ആ ഫ്രണ്ടായിട്ടുള്ള അഞ്ജലിയെയാണ്. അപ്പോൾ അഞ്ജലി അവൻ്റെ അടുത്തേക്ക് വന്നതും അവൻ എന്താ ചെയ്യേണ്ടതെന്നൊരു നിശ്ചയം ഉണ്ടാവില്ല, എന്താ പറയേണ്ടതെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അവൾക്കും അതേപോലെ തന്നെയാവും. അപ്പോൾ അവളെ ആ കോലത്തിൽ കണ്ടിട്ട് സാരി എന്ന് മാത്രമാണ് അവൻ അവിടെ പറയുന്നത്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് അവർ രണ്ടുപേരും രാത്രി ഇരുന്ന് സംസാരിക്കുന്നതാണ്. രാഹുൽ അവളോട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അഞ്ജലി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്താ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, നിന്നെ ഈ കോലത്തിൽ നല്ല ഭംഗിയിൽ കണ്ടതുകൊണ്ട് ചോദിച്ചതെന്ന് പറയുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ അവളോട് നീ ഇത്ര കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട് മാറിപ്പോയി എന്ന് അവൾ പറയാണ്. അപ്പോൾ നീ ബന്ധങ്ങളും മാറിപ്പോയോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഞാൻ ടീനയുടെ കാര്യം അറിഞ്ഞില്ല, എന്തുകൊണ്ടാണ് നീ പിന്നെയും കല്യാണം കഴിക്കാതിരുന്നതെന്ന് അവനോട് ചോദിക്കുമ്പോൾ നിന്നെ എനിക്ക് കണ്ടു കിട്ടിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാതിരുന്നതെന്ന് തമാശയ്ക്ക് പറയുന്നുണ്ട്. അല്ല നീ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാതിരുന്നതെന്ന് അവൻ അഞ്ജലിയോട് ചോദിക്കുമ്പോൾ അല്ല നിന്നെ ഞാൻ കണ്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാതിരുന്നതെന്ന് അവൾ മറുപടി കൊടുക്കുകയാണ്. ആഘോഷത്തിലൂടെ ഒരു വാൽനക്ഷത്രം പോകുന്നുണ്ട്. അപ്പോൾ രാഹുൽ അത് കാണിച്ചു കൊടുക്കുമ്പോൾ നിനക്ക് ഇപ്പോഴും ഇതൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് അഞ്ജലി ചോദിക്കുകയാണ്. എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ മാറി നിന്നിട്ട് ഒരാഗ്രഹം അവൻ മനസ്സിൽ പറയുന്നുണ്ട്. അതുപോലെ അവളും പറയുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം അവിടെയുള്ള കുട്ടികളോട് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കുമായിരുന്നു, ഈ രാഹുൽ എപ്പോഴും തോക്കുമെന്ന് അഞ്ജലി പറയുമ്പോൾ അവൻ ഞാനൊന്നല്ല തോക്കുന്നത്, ഇവളാണ് എപ്പോഴും തോറ്റിരുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പിന്നെ പഴയ അടി ആ തല്ലൂട്ടം പിന്നെയും വരുന്നുണ്ട്. രാഹുൽ ചീറ്ററാണെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പിന്നെയും ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ അവൾക്ക് ആ സാരി എടുത്തിട്ട് കളിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. പിന്നെ കോളേജിൽ അവൻ അവളെ കാലുകൊണ്ട് തട്ടിയിട്ടിരുന്നില്ലേ, അപ്പോൾ അതേപോലെ അവനെ അവൾ കാലുകൊണ്ട് തട്ടിയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ അവർ പിന്നെയും മടിയൊക്കെ കൂടുന്നുണ്ട്. പിന്നെയാണ് ഒരു പാട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഈ സോങ്ങിലൂടെ അഞ്ജലിയുടെ മനസ്സിൽ രാഹുൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അഞ്ജലി രാഹുലിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാവും. അപ്പോൾ ഇതേപോലെ തന്നെയാവും രാഹുലും എവിടെ നോക്കിയാലും അഞ്ജലിയെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അവൻ്റെ മനസ്സിലും അവളുണ്ട്. ഫ്രണ്ട്ഷിപ്പിനും അപ്പുറം എന്തോ അഞ്ജലിയോട് ഉണ്ടെന്ന് രാഹുലിനും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അമനെ കാണിക്കുകയാണ്. അവൻ അഞ്ജലിയുടെ അമ്മയോട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം, അവളോട് എത്ര പറഞ്ഞിട്ടാണെന്നറിയോ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതിനുശേഷം സമ്മർ ക്യാമ്പിൽ അവരെല്ലാവരും കൂടെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരു മൂവിയുടെ നെയിം പറഞ്ഞിട്ട് അത് ആക്ഷൻസിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ലേ, ആ ഗെയിം അവൻ കളിക്കുന്നുണ്ടാവാം. അപ്പോൾ അഞ്ജലിക്ക് കിട്ടിയ മൂവി വളരെ നന്നായി തന്നെ അവളെല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ട് രാഹുലിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ അവൻ അവളോട് നിന്നെ കാണാൻ നല്ല സെക്സി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് അവന് അബദ്ധം പറ്റിയത് മനസ്സിലാവുന്നത്. അവളാണെങ്കിൽ ചിരിച്ചിട്ട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അവന് കിട്ടുന്നത് ഐ ലവ് യു എന്ന് പറയാനായിരിക്കും. പക്ഷെ അവനത് എങ്ങനെ നോക്കിയിട്ടും പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ലാസ്റ്റ് അവിടെ ഇരിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പറയണമെന്ന്. അപ്പോൾ അവിടെ ഇരിക്കുന്ന അഞ്ജലി അത് പറഞ്ഞിട്ട് ഐ ലവ് യു എന്നല്ലേ എന്ന് പറയുമ്പോൾ രാഹുൽ ഞെട്ടിയിട്ട് അവളെ തന്നെ നോക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അവിടെ മഴ പെയ്യാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മാറിയിട്ട് ഷെഡിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ രാഹുലാണെങ്കിൽ അഞ്ജലിയെ വിളിച്ചിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവർ റൊമാൻറ്റിക്കായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. അഞ്ജലിക്ക് രാഹുലിനോടുള്ള സ്നേഹമെല്ലാം പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുലും അവളോട് കൂടുതൽ അടുക്കാണ്. അപ്പോൾ അഞ്ജലി പെട്ടെന്ന് ഞെട്ടിയിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അങ്ങനെ ഓടി ഓടി ഒരു മരത്തിൻ്റെ തണലിലെത്തുമ്പോൾ അവൾ അവിടെ നിന്ന് കിതക്കുകയാണ്. അപ്പോൾ ബാക്കിൽ ഒരാൾ വന്ന് നിൽക്കുന്നത് അറിഞ്ഞിട്ട് അത് രാഹുലാണെന്ന് വിചാരിച്ചിട്ട് അവൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ തുറന്ന് പറയാണ്. അപ്പോൾ അമനും അവളോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോഴായിരിക്കും അത് രാഹുലല്ല അമനാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അമൻ അഞ്ജലിയുമായിട്ട് രാഹുലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അമനെയും അഞ്ജലിയും ഒരുമിച്ച് കണ്ടിട്ട് രാഹുൽ നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അഞ്ജലി എന്ന് പറഞ്ഞിട്ട് അമൻ അഞ്ജലിയെ ചേർത്ത് പിടിക്കുമ്പോൾ രാഹുലിന് അത് തീരെ ഇഷ്ടാവുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ അഞ്ജലി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞഞ്ജലിയെയും രാഹുൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അന്ന് രാത്രി അമനും രാഹുലും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോഴാവും അമന് മനസ്സിലാവുക അവൾ നന്നായിട്ട് ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുമെന്നുള്ള കാര്യം. അങ്ങനെ അമൻ അവിടെ നിന്ന് പോകുമ്പോൾ അവിടെയുള്ള ഒരു കുട്ടീനെ പിടിച്ചു നിർത്തിയിട്ട് രാഹുൽ, നമ്മൾ ഒരു വട്ടം ജീവിക്കുള്ളൂ, നമ്മൾ ഒരു വട്ടം മരിക്കുള്ളൂ, നമ്മൾ ഒരു വട്ടം കല്യാണം കഴിക്കുള്ളൂ, നമ്മൾ ഒരു വട്ടം പ്രണയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ ആ കുട്ടിയോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാഹുൽ അഞ്ജലിയുടെ അടുത്തേക്ക് പോയിട്ട്, നീ എന്താ നിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് എന്നോട് പറയാഞ്ഞത്, നീ ഹാപ്പി അല്ലേ എന്ന് അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ ഇതൊക്കെ കേട്ടിട്ട് നീ ഹാപ്പിയാണോ എന്ന് അവനോട് തിരികെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹാപ്പിയാണെന്ന് അവൻ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും, ചിലതൊക്കെ ഉണ്ട് രാഹുൽ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രാഹുലാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട്, ചിലതൊക്കെ ഉണ്ട് അഞ്ജലി, അത് നിനക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് സങ്കടത്തോടു കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാവും അഞ്ജലിയോടും അവന് പ്രണയമാണെന്ന് നമുക്ക് മനസ്സിലാവാം. അങ്ങനെ ഈ സമയം കുഞ്ഞഞ്ജലി പോയിട്ട് അവൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ഇതിനായിട്ട് നല്ല പെണ്ണിനെ കിട്ടില്ലേ, നിങ്ങൾക്ക് വേറെ പെണ്ണിനെ കെട്ടിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് സംസാരിച്ചിരിക്കാവും. അപ്പോഴാവും അഞ്ജലി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നമുക്ക് ഇന്ന് തന്നെ ഈ ക്യാമ്പിൽ നിന്ന് പോകണം എന്ന് പറയുക. അങ്ങനെ അവൾ അവിടെ നിന്ന് പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ കുട്ടികളൊക്കെ കരഞ്ഞിട്ട് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ടീനയ്ക്ക് അവൾ അന്ന് കൊടുത്തിട്ടുള്ള ആ ഷാൾ എടുത്തിട്ട്, ഇത് നീ അന്ന് ടീനയ്ക്ക് കൊടുത്തതല്ലേ, അവൾ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ നീയും രാഹുലും കൂടി പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണ്, നീയും രാഹുലും എപ്പോഴും നല്ല സന്തോഷത്തോടു കൂടെ നിൽക്കുമെന്ന് പറയുമ്പോൾ അവൾ അവനോട് രാഹുൽ എന്നല്ല അവൻ്റെ പേര് അമൻ എന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പറ്റിയ അബദ്ധം അവന് മനസ്സിലാവുക. അങ്ങനെ ഒരേ സമയം അവർ രണ്ടുപേരും കരയുന്നുണ്ട്. അങ്ങനെ അവൾ കാറിൽ കയറിയിട്ട് അമൻ്റെ ഒപ്പം പോവുകയാണ്. അങ്ങനെ ആ ക്യാമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം രാഹുൽ വീട്ടിൽ പോയിട്ടും അഞ്ജലിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവൻ മനസ്സിൽ എന്തോ വിചാരിച്ചിട്ട് പെട്ടെന്ന് കല്യാണം നടക്കുന്ന അഞ്ജലിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കല്യാണ വേഷത്തിൽ നിൽക്കുന്ന അഞ്ജലിയെ കണ്ടതും അവൻ കരഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവർ തമ്മിൽ ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും ഒരു നോട്ടത്തിലൂടെ അവർ തമ്മിലുള്ള സ്നേഹം പരസ്പരം അവർ കൈമാറാണ്. രാഹുൽ ഒന്നും പറയാതെ തന്നെ അവളുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അഞ്ജലിയെ എല്ലാവരും കൂടി താഴേക്ക് കൊണ്ടുവരുമ്പോൾ അവൾ കരഞ്ഞിട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ അവൻ മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എണീച്ചിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈ പിടിച്ച് വലിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് അവളോട്, നീ എന്നെ എല്ലാം സ്നേഹിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീ രാഹുലിനെയാണ് സ്നേഹിച്ചത്, അതുകൊണ്ട് നീയും രാഹുൽ തന്നെയാണ് ഒന്നിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ സ്നേഹം അവനവിടെ ത്യാഗം ചെയ്യാണ്. എനിക്ക് വേണ്ടിയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും രാഹുലിനെ മാത്രമാണ് നീ പ്രണയിച്ചതെന്നും എനിക്കറിയാം. ഈ കുഞ്ഞഞ്ജലിയാണ് എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് നീയും രാഹുലും തന്നെയാണ് സന്തോഷത്തോടെ ജീവിക്കേണ്ടത്. അതുകൊണ്ട് നീ അവൻ്റെ അടുത്തേക്ക് പോകൂ എന്ന് പറയുമ്പോൾ അവൾ സന്തോഷത്തോടു കൂടെ അവനോട് നന്ദി പറഞ്ഞിട്ട് രാഹുലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാഹുലാണെങ്കിൽ കരഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അഞ്ജലിക്ക് അവളുടെ അമ്മ ടീന സന്തോഷിച്ചിട്ട് അവളെ നോക്കി ചിരിക്കുന്നതൊക്കെ ആയിട്ട് തോന്നുകയാണ്. അങ്ങനെ അവിടെ വെച്ച് തന്നെ അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് ഈ ഒരു ഫിലിം ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഫിലിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് രാഹുലിനെയാണോ അമനെയാണോ കൂടുതൽ ഇഷ്ടമായതെന്നും പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തത് ഏത് മൂവീസാണ് വേണ്ടതെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.